ഫ്രണ്ട്സ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് UPSCൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ഇതിലേക്ക് +2 കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. അതായത് +2 നിങ്ങൾക്ക് ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഓർ സയൻസ് ഏത് സ്ട്രീം പഠിച്ചവർക്കും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. നമുക്ക് കേരളത്തിലേക്ക് എക്സാം സെൻറ്റർ ഉണ്ട്. അത് മാത്രമല്ല, ഇതിലേക്ക് ഈ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് നിശ്ചിതമായിട്ടുള്ള കോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ ആർമിയിൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് നമ്മളെ നിയമിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന നിശ്ചിത കാലയളവിലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഡിഗ്രികൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ്. ഇയർലി നമുക്ക് 2 നോട്ടിഫിക്കേഷനാണ് വരാറ്. അപ്പം ഈ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കാണാം 2024 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഡിസംബർ ലാസ്റ്റാണ് അത് വരിക. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഡിസംബർ 20 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷനാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്കൂടെ കാണാം, ഫസ്റ്റ് കാണാം 2024. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസി കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് ആ ഒരു ആർമി, നേവി, അതുപോലെ എയർഫോഴ്സ് എന്ന് പറയുന്ന വിങ്ങിലാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ആർമിയിൽ ടോട്ടൽ 208 വേക്കൻസി, അതിൽ 10 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ദെൻ നേവിയിലാണെങ്കിൽ 42 വേക്കൻസി, 12 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ദെൻ എയർഫോഴ്സ് ആണെങ്കിൽ ഫ്ലൈയിങ്ങിൽ 92 വേക്കൻസി, അതിൽ 2 വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. ദെൻ എയർഫോഴ്സ് തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്കിൽ 18 വേക്കൻസി, 2 വേക്കൻസി ഫീമെയിലാണ്. ദെൻ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്കിൽ 10 വേക്കൻസി, അതിൽ 2 വേക്കൻസി ഫീമെയിലാണ്. പിന്നെ നേവൽ അക്കാദമി +2 എൻട്രി ഇവിടെ വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 30 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഫീമെയിൽ വേക്കൻസി 9 വേക്കൻസി, അങ്ങനെ ആകെ മൊത്തം നമുക്ക് 400 വേക്കൻസിയാണ് ടോട്ടൽ. ഇത് ഇപ്പോൾ 2 രീതിയിലുള്ള എൻട്രിയാണ്. ഒന്ന് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കും ഒന്ന് നേവൽ അക്കാദമിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നമുക്ക് 3 വിങ് ഉണ്ട്, ആർമി, നേവി, എയർഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ എയർഫോഴ്സ് ആണെങ്കിൽ നമുക്ക് 3 ബ്രാഞ്ച് ഉണ്ട്, ഫ്ലൈയിങ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്ക്, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്ക്, ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദമായിട്ട് പറയും. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, UPSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. PSCയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇത് കാരണം ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് ഏകദേശം ഈ പേജ് എത്ര വരുന്നുണ്ട് വെച്ചാൽ 117 പേജ് വരുന്ന നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഈ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 9 ആണ്. നിങ്ങൾക്ക് 2024 ജനുവരി 9 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് +2 അവസാന വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാം, ആൻ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ബൈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. അത് നടക്കുന്ന ഏകദേശ ഡേറ്റ് ആണ് പറയുന്നത്, ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറും കേട്ടോ. 21 ഏപ്രിൽ 2024 ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. അത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് വിങ്ങിലേക്കുള്ള, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കുള്ള ആർമി, നേവി, എയർഫോഴ്സ് വിങ്ങിലേക്കുള്ള 153ാമത്തെ കോഴ്സിലേക്കാണ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന UPSC എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നേവൽ അക്കാദമി കോഴ്സായിട്ടുള്ള, ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സായിട്ടുള്ള 115ാമത്തെ കോഴ്സായിട്ടുള്ള ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 ജനുവരി 2 കേട്ടോ. അപ്പോൾ ഇപ്പോഴേ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ നടക്കും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെലക്ഷനാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 115ാമത്തെ ഇന്ത്യൻ നേവൽ അക്കാദമി കോഴ്സിലേക്കും അതോടൊപ്പം തന്നെ 153ാമത്തെ ഈ പറയുന്ന NDAയിലേക്കുള്ള ആ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ UPSC ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധാരണ നമുക്ക് എന്താണ് കയറുമ്പോൾ തന്നെ ഒരു ജോലി എന്നല്ല, ഇതൊരു കോഴ്സാണ്. കാരണം ഇതിൽ നമുക്കൊരു നിശ്ചിതമായുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ബിരുദങ്ങളും ഒക്കെ നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത. അത് മാത്രമല്ല, നമുക്ക് നല്ലൊരു ഓഫീസറായിട്ട് നമുക്ക് ഇറങ്ങാമെന്നുള്ളതും അതിൻ്റെ ഒരുപാട് അലവൻസ് കാര്യങ്ങൾ, അതിൻ്റെ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമുക്കിതാ കൊച്ചി ഉണ്ട്, ഇപ്പം ഞാൻ കണ്ടതിൽ കോഴിക്കോട്, തിരുവനന്തപുരം, ഇങ്ങനെ 3 സെൻറ്ററുകളാണ് നമുക്ക് കേരളത്തിൽ ഉള്ളത്. ബാക്കി നിങ്ങൾക്ക് ബാംഗ്ലൂർ, ചെന്നൈ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനനുസരിച്ച് എക്സാം സെൻറ്റർ കൊടുക്കാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ
ഇതിൽ മാരീഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓൺലി അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർ ജനിച്ചിരിക്കേണ്ട വർഷം എന്ന് പറഞ്ഞാൽ 2 ജൂലൈ 2005 എന്ന് പറയുന്ന ഈ ഡേറ്റ്, അതോടൊപ്പം തന്നെ 1 ജൂലൈ 2008 എന്ന് പറയുന്ന ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഈ 2 ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിലാണോ നിങ്ങൾ നോക്കട്ടോ. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ +2 അവസാന വർഷം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോ +2 കഴിഞ്ഞിട്ട് വല്ലാതെ വർഷങ്ങളൊന്നും കഴിയാത്ത ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ലൊരു എൻട്രി ആണ് നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന എക്സാമിനേഷനൊക്കെ ക്വാളിഫൈ ചെയ്താലേ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൂടെ കാണാം, ഫോർ ആർമി വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാദമി. അപ്പോൾ ഡിഫൻസ് അക്കാദമി, നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കുള്ള ആർമി വിങ്ങിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ട എന്താ വെച്ചാൽ +2 ജസ്റ്റ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് +2 പാസ്സായിരിക്കുക. ഏത് സ്ട്രീമിൽ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം. അതായത് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനെന്താണ് കൊമേഴ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമി വിങ്ങിലേക്കാണെങ്കിൽ. ഇനി ഈ പറയുന്ന എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാദമി, അതായത് ഈ പറയുന്ന നാഷണൽ NDA, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എയർഫോഴ്സ് വിങ്ങിലേക്കും അതുപോലെ തന്നെ നേവൽ വിങ്ങിലേക്കുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും അതോടൊപ്പം തന്നെ +2 കാഡറ്റ് എൻട്രി സ്കീം ഈ പറയുന്ന ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ തന്നെ നമുക്ക് 3 വിങ് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ആർമി വിങ് ഉണ്ട്. ആർമി വിങ്ങിലേക്ക് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് +2 പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഏത് സയൻസ് വേണം, ഹ്യൂമാനിറ്റീസ് വേണം, കൊമേഴ്സ് വേണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഏത് കഴിഞ്ഞവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ തന്നെ എയർഫോഴ്സ് നേവൽ വിങ്ങിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. അത് മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന +2 എൻട്രി, ഈ കാഡറ്റ് എൻട്രി ആയിട്ടുള്ള ഈ പറയുന്ന ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. സയൻസ് എടുത്ത് വെറുതെ പഠിച്ചാൽ പോരാ, നമ്മൾ ഈ +2 ലെവലിൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ 3 സബ്ജക്റ്റ് നമ്മൾ +2 ലെവലിൽ പഠിച്ചവർക്ക് ഈ പറയുന്ന രണ്ടാമത്തെ നമ്മുടെ NDAയുടെ എയർഫോഴ്സ്, അതുപോലെ നേവൽ വിങ്, അതുപോലെ ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, +2 ലാസ്റ്റ് വർഷം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, എക്സാമിനേഷൻ എഴുതാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. എന്നാൽ SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീയും വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു ഫീയും വേണ്ട. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും 100 രൂപ അപേക്ഷാ ഫീസ് വേണം. അപേക്ഷാ ഫീസ് നമുക്ക് UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഫീ അടയ്ക്കാം ഓൺലൈനായിട്ട്. ഇനി പേ ബൈ ക്യാഷ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചലാൻ ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് SBIയുടെ ബ്രാഞ്ചിൽ പോയിട്ട് അങ്ങനെയും ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ടുകൾ കുറേ ഉണ്ടാവും. കാരണം ഇതിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണ്, അങ്ങനെയുള്ള കുറേ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ 2 വീഡിയോസ് നമ്മൾ അത് NDAയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് 1 വർഷം മുൻപാണ് ചെയ്തത്. അപ്പോൾ ഇതിന് നമ്മൾ കൂടുതൽ വ്യൂസ് ഒന്നും വരുന്നില്ല. കാരണം ഇത്തരം എക്സാമുകളൊന്നും നമ്മൾ കേരളത്തിലുള്ളവർ അധികം എഴുതുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല ഒരു രീതിയിൽ നിങ്ങൾ കോച്ചിങ്ങിലൊക്കെ പോയി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നേടാവുന്നതാണ് ഉയർന്ന പൊസിഷൻ. ഓഫീസർ എന്ന് പറയുന്ന പൊസിഷനാണ്, നമുക്ക് ലെഫ്റ്റനന്റ് എന്നൊക്കെ പറയുന്ന പൊസിഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് മാത്രമല്ല, പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഡിഗ്രി ബിരുദങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, BSc അതുപോലെ BE, BTech അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ നിങ്ങൾ ഏതാണോ കഴിഞ്ഞ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആർമിയിലേക്കാണെങ്കിൽ അവർക്ക് BA അതുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രികളാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുള്ളതും അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൂടെ കാണാം. ഏകദേശം 11 മാസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തു. ഇതിൽ ഞാൻ സ്ലൈഡൊക്കെ വെച്ച് പ്രസൻറ്റ് ചെയ്താണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് NDA നോട്ടിഫിക്കേഷൻ 2023 വന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ ചെയ്തതാണ്. 2023 എന്ന് പറഞ്ഞാൽ 2022 നോട്ടിഫിക്കേഷൻ വന്നത്. 2022 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്ലൈഡ് വെച്ചിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഏതൊക്കെ ഈ ഡേറ്റ് കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടാവുള്ളൂ, ബാക്കി എല്ലാം സെയിം കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഈ ഡേറ്റ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, റെഫർ ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ 37 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ പ്രൊമോഷൻ സാധ്യത പറയുന്നുണ്ട്, അതിലേക്കുള്ള സാലറി പറയുന്നുണ്ട്, നമ്മൾ ഇതിലേക്ക് ട്രെയിനിങ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ഇതിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബേസിക് ആയുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളൂ. ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മളിതാ ഈ വീഡിയോയിൽ ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ വീഡിയോയുടെ ലിങ്ക് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. ഓക്കെ, NDA നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഏതിൽ തരാം, നമ്മുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, അപ്പോൾ
അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ താഴെ ചോദിക്കും. കാരണം നമുക്കിതിൽ അന്ന് വന്നിട്ട് ഏകദേശം 626 വ്യൂസേ വന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 11 months ആയിക്കോ നമ്മൾ അതിന് മുൻപ് നമ്മൾ ഏകദേശം 11 മാസം മുൻപ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് വെറും 626 വ്യൂസേ തന്നുള്ളൂ. അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ളവരൊക്കെ മാക്സിമം ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഇങ്ങനെയുള്ള എൻട്രിയൊക്കെ എല്ലാവരും ആർമിയിൽ എങ്ങനെ എത്തുക, നേവിയിൽ എങ്ങനെയൊക്കെ എത്തുക എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ +2 പഠിച്ചിറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എന്താണ് നല്ല ടൈറ്റാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ. അതിൻ്റെ എങ്ങനെയാണ് അതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ ഇവിടെ കാണാം. ഫുള്ള് കറക്റ്റ് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. വെറുതെ നമ്മൾ തള്ളി പറയല്ല, കംപ്ലീറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണാൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇതിലേക്ക് അപേക്ഷ നൽകേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ UPSCൻ്റെ വെബ്സൈറ്റിൽ കയറണം. അതിൻ്റെ ലിങ്ക് ഈ പേജിൻ്റെ ലിങ്ക് ഞാൻ തരും. അപ്ലൈ ആവുമെന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരും. അപ്പോൾ UPSCയിൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത്, അതായത് 1 time രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ ലോഗിൻ ചെയ്യേണ്ട ഭാഗമാണ് ഇവിടെ. ഇമെയിൽ ഐഡിയും OTP ഒക്കെ അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൊബൈൽ നമ്പർ വെച്ചിട്ടും ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളിതിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ രജിസ്റ്റർ എന്നിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ രജിസ്ട്രേഷനുള്ള ഫോം ഇവിടെ വരും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ UPSCയുടെ വെബ്സൈറ്റിൽ 1 time രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഇല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഒക്കെ ചെയ്യാം. മാക്സിമം കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് തരും. ഇത് വഴിയാണ് UPSCയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേയിൽ പോയാൽ അവർ അപ്ലൈ ചെയ്ത് തരും. അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് വന്നാൽ നമ്മുടെ ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ എന്താണ് മെമ്പർഷിപ്പ്, നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാൻ ജോയിൻ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രോൺസ് ആണ് സ്റ്റാർട്ടിങ് 59 per month എന്നുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതോടൊപ്പം പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ടും ആവും. അപ്പോൾ ഇത് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതും NDAൻ്റെ നോട്ടിഫിക്കേഷനാണ്. മുകളിൽ ഈ ഒരു വർഷം മുൻപ് ചെയ്തതും NDAൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് NDA എക്സാം എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത് വീണ്ടും ചെയ്യാത്തത്. കാരണം ഓൾറെഡി നമ്മൾ ചെയ്ത സാധനമാണ്, വീണ്ടും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്തരം അവസരങ്ങളൊക്കെ അവരെ അറിയാതെ പോയത് എന്താണ് NDA എക്സാം എന്നും അതിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഈ വീഡിയോ രണ്ടും കണ്ടാലൊക്കെ നിങ്ങൾക്കൊരു ധാരണ ലഭിക്കുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.